ഇത്രയും ഡ്രാമാറ്റിക്കായ മാസ് സെൻട്രുകൾ നടത്തിയ ചാലഞ്ചുകൾ ഏറ്റെടുത്ത മറ്റൊരു പരിശീലകനുണ്ടാകുമോ? ഒരു വശത്ത് അയാൾക്കായി ഗ്രൗണ്ടിൽ ചോര ചിന്താൻ തയ്യാറായ മനുഷ്യർ, മറുവശത്തോ അയാളെ പിശാച്ചിനെ പോലെ വെറുത്ത എതിരാളികൾ. ഫുട്ബോളിനെ ഇത്രമേൽ പിടിച്ചുകുലുക്കിയ മറ്റൊരു പരിശീലകൻ ഇല്ല തന്നെ. നിങ്ങൾക്ക് അയാളെ വെറുക്കാം, സ്നേഹിക്കാം, ആരാധിക്കാം, വിമർശിക്കാം. പക്ഷേ അവഗണിക്കാനാകില്ല. കാരണം അയാളില്ലാതെ കാൽപന്തിൻ്റെ ചരിത്രം പൂർത്തിയാകില്ല. ഒരു കാലത്ത് കാറ്റലോണിയയിൽ ബോബി റോബ്സന്റെയും ലൂയി വാൻഗാലിൻ്റെയും പിന്നിൽ ഒരു ട്രാൻസ്ലേറ്ററായി നോട്ട് പുസ്തകവുമായി നിന്ന ഒരു സാധാരണക്കാരൻ. പക്ഷേ അന്ന് ആരും അറിഞ്ഞില്ല ഇയാൾ യൂറോപ്പിലെ വമ്പൻ സാമ്രാജ്യങ്ങളെ ഭരിക്കാൻ പോകുന്നവനാണെന്ന്. പറഞ്ഞു വരുന്നത് മറ്റാരെക്കുറിച്ചുമല്ല, ജോസെ മരിയോ ഡോസ് സാന്റോസ് ഫെലിക്സ് മൗറീഞ്ഞോ. അല്പം ചുരുക്കി പറഞ്ഞാൽ ദി സ്പെഷ്യൽ വൺ. 2004 മാർച്ച് 9 മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡ് സ്റ്റേഡിയം. അലറി വിളിക്കുന്ന പതിനായിരങ്ങൾ യുണൈറ്റഡിൻ്റെ വിജയത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. പോർച്ചുഗീസ് ലീഗിൽ നിന്നും വന്നൊരു ടീമിനെ അത്ഭുതങ്ങൾക്ക് ശേഷിയില്ലെന്ന് തന്നെ അന്ന് എല്ലാവരും കരുതി. സർ അലക്സ് ഫെർഗ്യൂസന്റെ ചുവന്ന ചെകുത്താന്മാർ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്യാൻ സെക്കൻഡുകൾ മാത്രം ബാക്കി. കളിയുടെ 90-ാം മിനിറ്റ്. സാധാരണഗതിയിൽ ഫെർഗി ടൈമുകൾ സംഭവിക്കുന്ന നേരമാണത്. പക്ഷേ അവിടെ ബെന്നി മെക്കാർത്തി എടുത്ത ഫ്രീ കിക്ക് യുണൈറ്റഡ് ഗോൾ കീപ്പർ ടിം ഹോവാർഡിൻ്റെ കൈകളിൽ നിന്ന് ഊർന്നു പോകുന്നു. എന്നാൽ അവിടെ ഒരാൾ തക്കം പാർത്ത് നിൽക്കുന്നുണ്ടായിരുന്നു, കോസ്റ്റീഞ്ഞ. അയാൾ ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ പന്ത് വലയിലേക്ക് അടിച്ചു തകർക്കുന്നു. ഗോൾ. പോർട്ടോ ഓൾഡ് ട്രാഫോർഡിൽ അവിശ്വസനീയമായ സമനില. ആദ്യ പാദത്തിൽ 2-1 തോറ്റ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചാമ്പ്യൻസ് ലീഗിന് പുറത്തേക്ക്. അന്നേരം TV ക്യാമറകൾക്ക് മുന്നിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. ഗ്രേ നിറത്തിലുള്ള ലോങ് കോട്ടുമിട്ട് ഇരു കൈകളും വായുവിൽ വീശി ഡഗ്ഔട്ടിൽ നിന്ന് ഓൾഡ് ട്രാഫോർഡിൻ്റെ ടച്ച് ലൈനിലൂടെ ആർത്തലച്ചോടുന്ന ഒരു 41-കാരൻ. യുണൈറ്റഡ് ആരാധകരുടെ കൺമുന്നിൽ വെച്ച് അവരെ പ്രകോപിതരാക്കുന്ന രീതിയിലുള്ള ആഹ്ലാദ പ്രകടനമാണ് അയാൾ നടത്തുന്നത്. ഒരു ധിക്കാരിയുടെ ചിരിയോടെ അയാൾ ലോകത്തിനു മുന്നിൽ സ്വയം വെളിപ്പെടുത്തി. പിന്നെ കണ്ടതെല്ലാം അയാളുടെ എൻട്രികളും വിളയാട്ടങ്ങളുമാണ്. ഫുട്ബോൾ ലോകത്ത് ഒരുപാട് അത്ഭുതങ്ങൾ കണ്ട 2004 ഒരു മഹാത്ഭുതം അയാളും രചിച്ചു. യൂറോപ്പിലെ വമ്പന്മാരെയെല്ലാം സാക്ഷിയാക്കി FC പോർട്ടോ UEFA ചാമ്പ്യൻസ് ലീഗ് കിരീടമുയർത്തി. ലോകമത് അത്ഭുതത്തോടെയാണ് കണ്ടുനിന്നത്. ചിലർ അയാളെ ആരാധനയോടെ നോക്കി. പക്ഷേ അതൊരു വൺ ടൈം മിറാക്കിൾ അല്ലായിരുന്നു. അയാളുടെ അവതാരങ്ങൾ ലോകം കാണാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 2004 ഇംഗ്ലീഷ് സമ്മർ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനെ തൻ്റെ കോടികൾ കൊണ്ട് അമ്മാനമാടാനെത്തിയ റഷ്യൻ ശതകോടീശ്വരൻ റോമൻ അബ്രമോവിച്ച് അസ്വസ്ഥനാണ്. കാരണം 2003 ചെൽസിയെ വാങ്ങിയതിൽ പിന്നെ കളിക്കാരെ വാങ്ങാൻ വേണ്ടി മാത്രം ഏകദേശം 120 മില്യൺ പൗണ്ടിലധികമാണ് അബ്രമോവിച്ച് ചിലവിട്ടത്. ക്ലൗഡിയോ റാനിയേരിയാണ് അന്ന് കോച്ച്. പക്ഷേ ആ സീസണിൽ ഇൻവിൻസിബിൾ ആഴ്സണലിന് പിന്നിൽ അയാൾക്ക് ലീഗിൽ രണ്ടാമതാകേണ്ടി വന്നു. ചാമ്പ്യൻസ് ലീഗിൽ സെമിഫൈനൽ കൊണ്ടും തൃപ്തിപ്പെടേണ്ടി വന്നു. വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ അബ്രമോവിച്ചിന് അടിയന്തരമായി കിരീടങ്ങളായിരുന്നു വേണ്ടത്. ഉടൻ തന്നെ റാനിയേരിക്ക് നേരെ റോമൻ ട്രിഗർ വലിച്ചു. മൗറീഞ്ഞോ വരുമെന്ന ഉറപ്പിൽ തന്നെയാണ് റോമൻ അന്ന് അങ്ങനെ ചെയ്തത്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ലണ്ടനിലേക്ക് ആ പോർച്ചുഗീസ് മാനേജർ എത്തി. ഫെർഗ്യൂസന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ആഴ്സൺ വെംഗറുടെ ആഴ്സണലും ഭരിക്കുന്ന പ്രീമിയർ ലീഗിലേക്ക് ഒരു യുവ പോർച്ചുഗീസ് കോച്ച് വരുന്നതിനെ ബ്രിട്ടീഷ് മാധ്യമങ്ങൾ സംശയത്തോടെയും പരിഹാസത്തോടെയുമാണ് നോക്കിക്കണ്ടത്. പക്ഷേ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി അയാൾ പ്രഖ്യാപിച്ചു, ഐ തിങ്ക് ഐ ആം എ സ്പെഷ്യൽ വൺ. അത് കേട്ട ബ്രിട്ടീഷ് മാധ്യമങ്ങൾ ഞെട്ടിവരച്ചു. അഹങ്കാരിയായ വിദേശിയെന്ന് അവർ തലക്കെട്ടുകളിട്ടു. ഇംഗ്ലണ്ടിലെ പരമ്പരാഗതമായ ഫുട്ബോൾ പണ്ഡിറ്റുകൾ അയാളെ ഫുട്ബോളിൻ്റെ സൗന്ദര്യം കൊല്ലുന്നവനെന്ന് പരിഹസിച്ചു. അയാളുടെ കളിശൈലിയെക്കുറിച്ച് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ നിരന്തര വിമർശനങ്ങൾ ഉയർത്തി. എതിർ ടീമുകളുടെ കോച്ചുമാരും വെറുതെ ഇരുന്നില്ല. ചെൽസിയുടെ പണക്കൊഴുപ്പിനെയും മൗറീഞ്ഞോയുടെ പ്രതിരോധ ശൈലിയെയും വെങ്ങറാണ് നിരന്തരം മാധ്യമങ്ങളോട് വിമർശിച്ചത്. മൗറീഞ്ഞോയും വെറുതെ ഇരിക്കില്ലല്ലോ. ആഴ്സൺ വെങ്ങറെ വോയർ അഥവാ ഒളിഞ്ഞു നോട്ടക്കാരൻ എന്ന് വിളിച്ച് മൗറീഞ്ഞോ തിരിച്ചടിച്ചു. അതും വലിയ വിവാദമായി. ഓഫ് കോഴ്സ് മാധ്യമങ്ങൾ ധിക്കാരി എന്ന പ്രതിച്ഛായയുള്ള മൗറീഞ്ഞോയ്ക്കെതിരെ തന്നെയായിരുന്നു വാർത്തകൾ കൊടുത്തത്. പക്ഷേ വെറും വാചക കസർത്തുകൾ മാത്രമായിരുന്നില്ല മൗറീഞ്ഞോയുടേത്. സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൻ്റെ അരമനകളിൽ അയാൾ ഉറങ്ങാത്ത ബ്ലൂ പ്രിന്റുകൾ ഒരുക്കി. പരമ്പരാഗതമായ ഇംഗ്ലീഷ് 4-4-2 ഫോർമേഷനെ തച്ചുടക്കാൻ മൗറീഞ്ഞോ തൻ്റെ 4-3-3 ഫോർമുല ഇറക്കി. ഗോൾവലക്ക് മുന്നിൽ പീറ്റർ ചെക്ക് എന്ന വൻമതിൽ. പ്രതിരോധത്തിൽ ക്യാപ്റ്റൻ ജോൺ ടെറിയും റിക്കാർഡോ കാർവാലോയും ചേർന്ന് ഒരുക്കുകോട്ട. ഒപ്പം വിംബേക്കുകളായി വില്യം ഗലാസും പൗലോ ഫെരേരയും. ആ പ്രതിരോധത്തിന് തൊട്ടു മുന്നിൽ കരിങ്കല്ല് പോലെ ക്ലൗഡ് മെക്കലലെ. മധ്യനിരയിൽ എതിരാളികളുടെ ശ്വാസം മുട്ടിച്ച് ഫ്രാങ്ക് ലാംബാർഡും തിയാഗോ മെൻഡിസും. പന്ത് തിരിച്ചു പിടിച്ചാൽ മിന്നൽ വേഗത്തിൽ വിങ്ങുകളിലൂടെ ആര്യൻ റോബിനും ഡാമിയൻ ഡെഫും പാഞ്ഞു കയറും. മുന്നിൽ അസാമാന്യ കരുത്തുമായി സാക്ഷാൽ ദിദിയർ ദ്രോഗ്ബയെ മൗറീഞ്ഞോ അബ്രമോവിച്ചിനോട് ചോദിച്ചു വാങ്ങിയതായിരുന്നു. റൊണാൾഡോ നസാരിയോ, ആന്ദ്രേ ഷെവ്ചെങ്കോ തുടങ്ങിയവരെ കൊണ്ടുവരാനായിരുന്നു അബ്രമോവിച്ചിൻ്റെ പ്ലാൻ. എന്നാൽ മൗറീഞ്ഞോ ആവശ്യപ്പെട്ടത് അന്നത്തെ കാലത്ത് അത്രയൊന്നും പ്രശസ്തനല്ലാത്ത ഫ്രഞ്ച് ലീഗിൽ കളിച്ചിരുന്ന ദിദിയർ ദ്രോഗ്ബയായിരുന്നു. ദ്രോഗ്ബയുടെ പേര് കേട്ടപ്പോൾ അബ്രമോവിച്ച് ആശ്ചര്യത്തോടെ ചോദിച്ചു,
ആരാണ് അയാൾ, എവിടെയാണ് അയാൾ കളിക്കുന്നത്? അബ്രാമോവിച്ച് ദ്രോഗ്ബയെക്കുറിച്ച് ചോദിച്ചപ്പോൾ മൗറീഞ്ഞോ പറഞ്ഞു, മിസ്റ്റർ റോമൻ, പണം തരൂ, നിങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ട. ഒടുക്കം കളികളെല്ലാം കാര്യമായി. ഇംഗ്ലണ്ടിലെ സകലരും അയാൾക്ക് മുന്നിൽ മുട്ടുമടക്കി. 50 വർഷമായി ലീഗ് കിരീടം കാണാത്ത ചെൽസി പ്രീമിയർ ലീഗ് തൂത്തുവാരി. ആ സീസണിൽ 38 കളികളിൽ നിന്ന് ചെൽസി കൺസീഡ് ചെയ്തത് വെറും 15 ഗോളുകൾ മാത്രം. ഇന്നും ആർക്കും തകർക്കാനാകാത്ത പ്രതിരോധ കോട്ട. പിന്നാലെ അടുത്ത സീസണിലും മൗറീഞ്ഞോ തന്റെ വിജയം ആവർത്തിച്ചു. ഫെർഗ്യൂസണും വെങ്ങറും റാഫേൽ ബെനിറ്റസുമെല്ലാം അത് നോക്കി നിന്നു. ബാക്ക് ടു ബാക്ക് കിരീടങ്ങളായതോടെ മാധ്യമങ്ങളുടെ വിമർശനങ്ങളും ഒരു പരിധിവരെ ഒതുങ്ങി. എന്നാൽ ആ വിജയങ്ങൾ കൊണ്ടൊന്നും റോമൻ അബ്രമോവിച്ചിന്റെ ദാഹം അടങ്ങിയില്ല. റോമന് ട്രോഫികൾ മാത്രം പോരായിരുന്നു, അയാളുടെ പ്ലാനുകൾ വേറെയാണ്. 2006 സമ്മർ ട്രാൻസ്ഫർ വിൻഡോ. ചാമ്പ്യൻസ് ലീഗ് ലക്ഷ്യമിട്ട് മൗറീഞ്ഞോ ക്ലബിനോട് ചോദിച്ചത് ഒരൊറ്റ പേരായിരുന്നു, ബാഴ്സയുടെ സാമുവൽ എറ്റു. പക്ഷേ അബ്രമോവിച്ച് അത് ചെവികൊണ്ടില്ല. വർഷങ്ങളായി തൻ്റെ സ്വപ്നമായിരുന്ന 2004 ബാലൻഡിയോർ ജേതാവും സുഹൃത്തുമായിരുന്ന ആൻഡ്രി ഷെവിഷെങ്കോയെ അന്നത്തെ ക്ലബ്ബ് റെക്കോർഡ് തുകയായ 30 മില്യൺ പൗണ്ട് നൽകി റോമൻ സ്റ്റാഫോർഡ് ബ്രിഡ്ജിലേക്ക് എത്തിച്ചു. ഒപ്പം എത്തിയത് ജർമ്മൻ ക്യാപ്റ്റൻ മിഷേൽ ബല്ലാഗ്. ക്ലബ്ബ് മുതലാളിയുടെ അനാവശ്യ കൈകടത്തൽ മൗറീഞ്ഞോയുടെ ആത്മാഭിമാനത്തിനേറ്റ കനത്ത പ്രഹരമായിരുന്നു. ഡ്രസ്സിംഗ് റൂമിൽ അയാൾ തൻ്റെ നിലപാട് വ്യക്തമാക്കി. AC മിലാനിൽ ഷെവിചെങ്കോ രാജകുമാരനായിരിക്കാം, പക്ഷേ എൻ്റെ ചെൽസിയിൽ രാജകുമാരന്മാരില്ല, ഇവിടെ എല്ലാവരും തുല്യരാണ്. അങ്ങനെ 2006-2007 സീസൺ തുടങ്ങി. പ്രീമിയർ ലീഗിൻ്റെ അതിവേഗ ശൈലിയോടും കായിക കരുത്തിനോടും പൊരുത്തപ്പെടാൻ ഷെവിചെങ്കോ നന്നായി പാടുപെട്ടു. ദിദിയർ ദ്രോഗ്ബെ തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിൽ 33 ഗോളുകൾ അടിച്ചുകൂട്ടിയപ്പോൾ ഷെവിചെങ്കോ വിങ്ങുകളിലേക്ക് ഒതുക്കപ്പെട്ടു. അബ്രമോവിച്ചിൻ്റെ പ്രിയപ്പെട്ട താരത്തിന് ആദ്യ 11-ൽ സ്ഥിരമായി സ്ഥാനം കിട്ടാതായതോടെ ബോർഡ് റൂമിലെ പിരിമുറുക്കം തുറന്ന യുദ്ധമായി മാറി. കളിക്കാരെ കളിപ്പിക്കുന്നതിൽ റോമൻ ഇടപെടാൻ തുടങ്ങിയതോടെ മൗറീഞ്ഞോയും രോഷാകുലനായി. അതിനിടയിൽ അബ്രാമോവിച്ച് തൻ്റെ വിശ്വസ്തനായ അവ്രാം ഗ്രാൻഡിനെ ഫുട്ബോൾ ഡയറക്ടറായി നിയോഗിച്ചത് മൗറീഞ്ഞോ തൻ്റെ അധികാരത്തിന്മേലുള്ള നേരിട്ടുള്ള കടന്നുകയറ്റമായി കരുതി. FA കപ്പും ലീഗ് കപ്പും നേടി മൗറീഞ്ഞോ ആ സീസൺ പൂർത്തിയാക്കിയെങ്കിലും പ്രീമിയർ ലീഗ് കിരീടം അന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് മുന്നിൽ നഷ്ടമായി. ഡ്രസ്സിംഗ് റൂമിലെ ഐക്യവും തകർന്നു തുടങ്ങിയിരുന്നു. ക്ലബിനകത്തിയ സ്വാരസ്യങ്ങൾ കളിക്കളത്തിലേക്കും പടർന്ന ദിവസങ്ങൾ. ഒടുവിൽ 2007 സെപ്റ്റംബറിൽ ആ വിള്ളൽ പൂർണ്ണമായി. നോർവീജിയൻ ക്ലബ്ബായ റോസൻബർഗിനെതിരായ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ചെൽസി 1-1 എന്ന സമനിലയിൽ കുരുങ്ങുന്നു. ഗാലറിയിലെ കാലിയായ കസേരകളും ടീമിൻ്റെ തളർച്ചയും ചൂണ്ടിക്കാട്ടി ഒടുവിൽ അബ്രമോവിച്ച് തീരുമാനമെടുത്തു. മത്സരം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം ലണ്ടനെ നടുക്കിക്കൊണ്ട് ആ വാർത്ത പുറത്തു വന്നു, ഹോസെ മൗറീഞ്ഞോയെ ചെൽസി പുറത്താക്കിയിരിക്കുന്നു. വർഷം 2008. കാറ്റലോണിയയിൽ അത് വലിയ ദിശാമാറ്റങ്ങളുടെ സമയമാണ്. ഫ്രാങ്ക് റൈക്കാർഡിന് പകരക്കാരനായി ബാഴ്സ പുതിയൊരു കോച്ചിനെ തേടി നടക്കുന്നു. അന്ന് ചർച്ചകളിൽ മുൻ അസിസ്റ്റൻ്റായിരുന്ന മൗറീഞ്ഞോയുടെ പേരും വന്നു. എന്നാൽ ബാഴ്സ ബോർഡിൽ ഭൂരിഭാഗം പേർക്കും വേണ്ടത് മറ്റൊരാളെയായിരുന്നു, സുന്ദരമായി കളിപ്പിക്കുന്ന കറ്റാലന്മാരുടെ ഹൃദയമറിയുന്ന പെപ് ഗാർഡിയോള. അതോടെ മൗറീഞ്ഞോ നേരെ പോയത് ഇന്റർ മിലാനിലേക്ക്. ഇന്റർ എന്ന വെറ്ററന്മാരുടെ കൂടാരമാണ്. ഹാവിയർ സനെറ്റി, കാമ്പിയാസോ, മറ്റരാസി, ഡീഗോ മിലിറ്റോ എന്നിങ്ങനെ ആ പേരുകൾ നീളുന്നു. ഒപ്പം സ്നൈഡറും ഇബ്രാഹിമോവിച്ചും അടക്കമുള്ളവരും. പക്ഷേ മൗറീഞ്ഞോ വെറുതെ ഇരുന്നില്ല. കരിയറിൻ്റെ അവസാന കാലങ്ങളിലായിരുന്ന താരങ്ങളിൽ ഇനിയൊരവസരമില്ല എന്ന തരത്തിൽ പകയും വീര്യവും കുത്തിവെച്ചു. സനെറ്റി അതിനെക്കുറിച്ച് പിന്നീട് പറഞ്ഞതിങ്ങനെ, മൗറീഞ്ഞോ ഞങ്ങളൊരു കുടുംബമാക്കി മാറ്റി. അയാൾക്ക് വേണ്ടി എരിതിയിലേക്ക് ചാടാൻ പോലും ഞങ്ങളെന്ന് തയ്യാറായിരുന്നു. ഓൾറെഡി സീരിയ ചാമ്പ്യന്മാരായിരുന്ന ഇന്ററിന് സെരിയ കിരീടം നൽകാനായിരുന്നില്ല മൗറീഞ്ഞോയെ കൊണ്ടുവന്നത്. ലക്ഷ്യം അല്പം വലുതായിരുന്നു. ചാമ്പ്യൻസ് ലീഗ് കിരീടം. ഇന്റർ പോലൊരു ടീമിനെയും വെച്ചൊരു ചാമ്പ്യൻസ് ലീഗ് കിരീടം അസംഭവ്യമെന്ന് തന്നെ എല്ലാവരും കരുതി. അതിനിടയ്ക്ക് മറ്റൊരു സംഭവം കൂടിയുണ്ടായി. ചാമ്പ്യൻസ് ലീഗ് നേടാമെന്ന വിശ്വാസത്തിൽ ഇന്ററിൻ്റെ തുറുപ്പ് ചീട്ടായിരുന്ന ഇബ്രാഹിമോവിച്ച് ബാഴ്സയിലേക്ക് നീങ്ങി. ഇതിനായി ബാഴ്സലോണ സാമുവൽ എറ്റുവിനെയും ഒപ്പം ഏകദേശം 46 മില്യൺ യൂറോയുമാണ് ഇന്ററിന് നൽകിയത്. ഇബ്രാഹിമോവിച്ച് ക്ലബ്ബ് വിടുമ്പോൾ മൗറീഞ്ഞോ അദ്ദേഹത്തോട് പറഞ്ഞത് ഇത്രമാത്രം, നിങ്ങൾ ചാമ്പ്യൻസ് ലീഗ് നേടാൻ ബാഴ്സയിലേക്ക് പോകുന്നുവെന്നറിഞ്ഞു, പക്ഷേ ഓർത്തുകൊള്ളൂ, ഇത്തവണ ജയിക്കുന്നത് ഞങ്ങളാകും. തീർച്ചയായും ഇബ്രാഹിമോവിച്ചും ഇത് കേട്ടപ്പോൾ ഉള്ളിൽ ചിരിച്ചിരിക്കും. പക്ഷേ അത് മൗറീഞ്ഞോയുടെ വർഷമായിരുന്നു. 2010 ചാമ്പ്യൻസ് ലീഗ് പ്രീ ക്വാർട്ടർ. വിധി മൗറീഞ്ഞോയെ വീണ്ടും സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലെത്തിക്കുന്നു. എതിരാളി സാക്ഷാൽ ചെൽസി. മൗറീഞ്ഞോ ആ മത്സരത്തെക്കുറിച്ച് പിന്നീട് തുറന്നു പറഞ്ഞതിങ്ങനെ, അന്ന് ഞാൻ കളിച്ചത് ചെൽസിക്കെതിരെയല്ല, എൻ്റെ കുട്ടികൾക്കുമെതിരെയല്ല, എന്നെ പുറത്താക്കിയ റോമൻ അബ്രാമോവിച്ചിനെതിരെയായിരുന്നു. ഫുട്ബോൾ അയാളെപ്പോലുള്ള ഇടനിലക്കാരുടേതല്ല, കളിക്കാരുടേതും കോച്ചുമാരുടേതുമാണ്. ഒടുക്കം അബ്രാമോവിച്ചിനെ സാക്ഷിയാക്കി ചെൽസിയെ അവരുടെ സ്വന്തം തട്ടകത്തിൽ ഇന്റർ തകർത്തെറിഞ്ഞു. റോമൻ്റെ നെഞ്ചിൽ പ്രതികാരത്തിൻ്റെ കഠാര കുത്തിയിറക്കി മൗറീഞ്ഞോ തിരിഞ്ഞു നടന്നു. പക്ഷേ ലോകമോർക്കുന്നത് ആ ടൂർണമെൻറ്റിലെ മറ്റൊരു മത്സരമാണ്. 2010 ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനൽ. എതിരാളികൾ സാക്ഷാൽ പെപ് ഗാർഡിയോളയുടെ ബാഴ്സലോണ. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ടീമുകളിലൊന്ന്.
മെസ്സിയും സാവിയും ഇനിയസ്റ്റയും ബുസ്കറ്റ്സുമെല്ലാം അണിനിരക്കുന്ന സ്വപ്നതുല്യമായൊരു ടീം. പക്ഷേ അന്ന് ഇറ്റലിയിൽ നിന്നും അലയടിച്ച വാർത്ത ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ ഞെട്ടലോടെയാണ് കേട്ടത്. സാൻസീറോയിലെ ആദ്യപാദത്തിൽ ഇന്റർ മിലാൻ ബാഴ്സലോണയെ 3-1 തകർത്തിരിക്കുന്നു. എങ്കിലും ബാഴ്സ ആരാധകർ കുലുങ്ങിയില്ല. കാരണം രണ്ടാം പാദം ക്യാമ്നോവിലാണ് നടക്കുന്നത്. 100,000-ഓളം വരുന്ന കറ്റാലൻ കാണികൾ ഇന്ററിനോടുള്ള റിവെഞ്ചിനായി കാത്തിരിക്കുകയാണ്. മൗറീഞ്ഞോയുടെ മുൻകാലം ഓർമ്മിപ്പിച്ച് ട്രാൻസ്ലേറ്റർ എന്നാണ് ബാഴ്സ ആരാധകർ ചാൻഡുകൾ ചൊല്ലിയത്. അങ്ങനെ ഹൈ ടെൻഷനിൽ മത്സരം തുടങ്ങി. കളിയുടെ 28-ാം മിനിറ്റ് സെർജിയോ ബുസ്കറ്റ്സിനെ ഫൗൾ ചെയ്തെന്ന് കാണിച്ച് റഫറി ഇന്റർ താരം തിയാഗോ മോട്ടയ്ക്ക് ചുവപ്പ് കാർഡ് നൽകുന്നു. ഇന്റർ 10 പേരായി ചുരുങ്ങി. തിരമാല പോലുള്ള ബാഴ്സ അറ്റാക്കിന് മുന്നിൽ 10 പേരുമായി 60 മിനിറ്റ് പിടിച്ചു നിൽക്കുക എന്നത് മനുഷ്യ സാധ്യമല്ലെന്ന് തന്നെ എല്ലാവരും കരുതി. അവിടെയാണ് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ഐക്കോണിക് ആയ ചിത്രം പിറക്കുന്നത്. കളിക്കിടെ പെപ് ഗാർഡിയോള സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ചിന് നിർദ്ദേശങ്ങൾ നൽകുകയാണ്. അതിനിടയിൽ മൗറീഞ്ഞോ പെപ്പിന്റെ പിന്നിൽ ചെന്ന് നിന്നു. എന്നിട്ട് ചെവിയിൽ പറഞ്ഞു, ഡോണ്ട് സ്റ്റാർട്ട് ദ പാർട്ടി യെറ്റ്, ദ ഗെയിം ഈസ് നോട്ട് ഓവർ. പാർട്ടി തുടങ്ങാൻ ധൃതിപ്പെടേണ്ട, കളി ഇനിയും തീർന്നിട്ടില്ല എന്നർത്ഥം. പിന്നീട് ക്യാമ്നോ കണ്ടത് ഗ്രൗണ്ടിൽ ചോര ചിന്തിയുള്ള പ്രതിരോധമായിരുന്നു. സാമുവൽ എറ്റുവിനെ പോലും ലെഫ്റ്റ് ബാക്കാക്കി മാറ്റി മൗറീഞ്ഞോ ഒരു ഉരുക്കുകോട്ട തീർത്തു. ബാഴ്സലോണയുടെ പന്തടക്കം 80% കടന്നു. പക്ഷേ ഒരിക്കലും ഇന്ററിന്റെ പ്രതിരോധക്കോട്ട തകർക്കാൻ അവർക്കായില്ല. റഫറിയുടെ ഫൈനൽ വിസിൽ അടിച്ചു. ബാഴ്സ 1-1 ജയിച്ചെങ്കിലും അഗ്രഗേറ്റിൽ ഇന്റർ ഫൈനലിൽ. ഫൈനൽ വിസിലുയർന്ന നിമിഷം ക്യാമ്നോവിലൂടെ ഒരു കൈവിരൽ ആകാശത്തേക്ക് ചൂണ്ടി മൗറീഞ്ഞോ ഓടിയ ഒരു ഓട്ടമുണ്ട്. ഇന്നതൊരു ഐക്കോണിക് ചിത്രമാണ്. ബാഴ്സ അധികൃതർ അയാളുടെ ആഘോഷം കണ്ടു നിൽക്കാനാകാതെ ഗ്രൗണ്ടിലെ വാട്ടർ സ്പ്രിംഗ്ലറുകൾ തുറന്നുവിട്ടു. പക്ഷേ നനച്ചിട്ടും ആ മുഖത്തെ വിജയച്ചിരി മായ്ക്കാൻ അവർക്കായില്ല. ഒടുക്കം സാന്റിയാഗോ ബെർണബ്യൂവിൽ വെച്ച് കാർലോ അഞ്ചലോട്ടിയുടെ ബയേൺ മ്യൂണിക്കിനെയും തകർത്ത് ഇന്റർ മിലാൻ ചരിത്രപ്രസിദ്ധമായ ട്രബിൾ കിരീടം സ്വന്തമാക്കി. പക്ഷേ കിരീടം നേടി മിനിറ്റുകൾക്കകം സാന്റിയാഗോ ബെർണബ്യൂവിൽ നിന്ന് മൗറീഞ്ഞോ ഒരു കാറിൽ പുറത്തേക്ക് പോവുകയാണ്. ഇന്ററിന്റെ ടീം ബസ്സിൽ കയറാതെ അയാൾ ഓടിയൊലിക്കുകയായിരുന്നു. കാരണം ആ ടീമിനൊപ്പം മിലാനിലേക്ക് മടങ്ങിയാൽ ആരാധകരുടെയും കളിക്കാരുടെയും സ്നേഹത്തിന് മുന്നിൽപ്പെട്ട് തൻ്റെ പ്ലാൻ നടക്കാതെ പോകുമെന്ന് അയാൾ കരുതി. എന്തായിരുന്നു അയാളുടെ പ്ലാൻ? സാൻസിറോയിൽ ബാഴ്സയെ തോൽപ്പിച്ചതിന് പിന്നാലെ അയാൾക്ക് മാഡ്രിഡിൽ നിന്നും ഒരു കോൾ വന്നിരുന്നു. സ്പെയിനിൽ ബാഴ്സയുടെ മുന്നേറ്റത്തിൽ പൊറുതിമുട്ടിയ ഒരാളായിരുന്നു അത്. യെസ്, ഫ്ലോറന്റീനോ പെരസ്. കഥ തുടരും.